الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ വിശ്വാസ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും ലോകമുഴുവനുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന രോഗങ്ങളിൽ കഴിയുന്ന എല്ലാവർക്കും അല്ലാഹു സലാമത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെല്ലാം മരണപ്പെട്ടു പോയ മുഴുവൻ ഖബറാളികൾക്കും അല്ലാഹു തആല പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹമായ മഴ അത് നമുക്ക് തടയപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ മഴ കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഭക്ഷണം ഉൾപ്പെടെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ സകലമായ കാര്യങ്ങളും അല്ലാഹു തആല പരിശുദ്ധമായ മഴ കൊണ്ടാണ് നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഈ മഴ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലാഹു ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ആകാശത്ത് പോകും ഈ മഴ നമുക്ക് വർഷിക്കാതെ വന്നാൽ നമ്മുടെ ജീവിതം നമുക്ക് ചിന്തിച്ച് നോക്കേണ്ടി വരും. രണ്ടാഴ്ച അല്ലെങ്കിൽ നമുക്ക് ഈ തുച്ഛമായ മാസം അല്ലെങ്കിൽ തുച്ഛമായ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കഠിനമായ ചൂട് നമുക്കുണ്ടായപ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസം എത്രത്തോളമാണ് അതിന്റെ വലിപ്പമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ കാരുണ്യം തടയപ്പെടാൻ, അല്ലാഹു ഒരു മനുഷ്യനില്ലെങ്കിൽ ഒരു സമൂഹത്തിന്, ഒരു ഖൗമിന് ഇറക്കപ്പെടുന്ന അനുഗ്രഹം അത് തടയപ്പെടാൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന അവന്റെ ജീവിതത്തിലെ ചെയ്തികൾ, പാപങ്ങൾ, അതുകൊണ്ട് അല്ലാഹു തആല അവന്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തടയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നാം ചെയ്യുന്ന നമ്മുടെ മഴയ്ക്ക് പലപ്പോഴും നാം പല കാരണങ്ങൾ പറയണം. എന്തേ മഴ പെയ്യാത്തത്? ഇവിടെ നമുക്ക് ഇവിടെ മാത്രം മഴയില്ലല്ലോ. അങ്ങനെ പല നാടിന്റെ പല ഭാഗങ്ങളിലും മഴയുണ്ട് എന്ന് പലപ്പോഴും നാം അപരാധിയും മറ്റുള്ളവരോട് പരിഭവങ്ങളും ഒക്കെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ഹദീസ് നാം ഒന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം, ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഹദീസുകളിലൂടെ മഴ തടയപ്പെടാനുള്ള ഒരുപാട് കാരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു. സകാത്ത് തടയുക, സകാത്തിന്റെ അവകാശികൾ, സകാത്ത് കൊടുക്കാൻ നിർബന്ധമായവർ നാട്ടിലുണ്ട് എങ്കിൽ അവർ സകാത്ത് കൊടുക്കാത്ത ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സകാത്ത് കൊടുക്കാത്തവരായി മാറിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു തടഞ്ഞു വെക്കും. അതുപോലെ തന്നെ വിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും, അതുപോലെ കച്ചവടം ചെയ്യുന്നവർ അവരുടെ ബിസിനസ്സുകളിൽ അളവിനെയും തൂക്കത്തിനെയും കുറച്ചു കളഞ്ഞാൽ, അളവ് തൂക്കത്തിൽ വെട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ, തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മഴ തടയും എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഒരു നാട്ടിൽ മുഴുവനും ലൈംഗികതകളും അശ്ലീലതകളും ഹറാമിന്റെ പ്രവർത്തനങ്ങളും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് അല്ലാഹു തആല തടഞ്ഞു വെക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ പാപങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മഴ ലഭിക്കാൻ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്നു മഴയില്ലാത്ത അവസ്ഥയെ സംബന്ധിച്ച്, വരൾച്ചയെ സംബന്ധിച്ച് പരിഭവം പറഞ്ഞപ്പോൾ, പരാതി പറഞ്ഞപ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തത് അധികമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക. വിശുദ്ധ ഖുർആനും അങ്ങനെയാണ് പഠിപ്പിച്ചത്. വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നു, നിങ്ങൾ അധികമായി അല്ലാഹുവിനെ ഇസ്തിഗ്ഫാർ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ അല്ലാഹുവിനോട് കരുതുകൊണ്ട്, മാപ്പിരുന്നുകൊണ്ട്, ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുവാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ഹൃദയവേദനയോടുകൂടി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ആത്മാർത്ഥതയോടുകൂടി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മഴ വർഷിക്കാനുള്ള ഏറ്റവും വലിയ ഔഷധമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു തആല അതിന് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വ്യക്തിപരമായി ഒക്കെ നിങ്ങൾ നമ്മുടെ ദുആകളിലും അല്ലാതെയും ഒക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടി റഹ്മത്തിന്റെ കാരുണ്യം അല്ലാഹുവിന്റെ ഭാഗത്ത് നമുക്ക് ഉണ്ടാകുവാൻ വേണ്ടി എല്ലാവരും പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അല്ലാഹുവിന്റെ റഹ്മത്ത്
അനുഗ്രഹം നമുക്ക് അനുകൂലമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പരിപൂർണമായി പുറത്തു മാപ്പാക്കി അവന്റെ ഉത്തമ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.